ആശാവർക്കർമാർക്ക് സർക്കാർ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം അപര്യാപ്തമാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA. അത് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ സമരത്തെ അധിക്ഷേപിക്കുവാനായിരുന്നു ശ്രമിച്ചത്. സമരക്കാരെ CPM നേതാക്കൾ അവഹേളിച്ചുവെന്നും സമരം ആശാവർക്കർമാർ ശക്തമായി തുടരുമെന്നും അവർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമരത്തിന്റെ രൂപവും ഭാവവും മാറുമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. PM ശ്രീ പദ്ധതി എന്ന പ്രധാന വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുന്നതാണ് ശിവൻകുട്ടിയുടെ പ്രസ്താവനയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA. ദേശീയ വിദ്യാഭ്യാസ നയത്തിലാണോ അതോ CPI കോലം കത്തിച്ചതിലാണോ വേദനയെന്നും അദ്ദേഹം പരിഹസിച്ചു. PM ശ്രീയിൽ നിന്ന് പിന്മാറാനല്ല, തിരഞ്ഞെടുപ്പ് വരെ ഒളിച്ചു കളിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളെ മുഴുവൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശബരിമലയിലെ മോഷണം ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തീർത്തും അപര്യാപ്തമാണ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ. അതിലവർക്ക് യാതൊരു തൃപ്തിയുമില്ല. സമരത്തിൻ്റെ രീതി പലപ്പോഴും സമര സംഘടനകൾ മാറ്റാറുണ്ട്. അവരാലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇനിയും അവരുടെ സമരം ജനങ്ങളുടെ പിന്തുണയോടെ, പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ഇനിയും തുടരും. അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒരുപക്ഷെ മാറ്റം ഉണ്ടാകും. സർക്കാർ ഈ സമരത്തെ അധിക്ഷേപിക്കാനും അവഗണിക്കാനുമാണ് ആദ്യം മുതൽ ശ്രമിച്ചത്. എന്നാൽ ജനങ്ങൾക്കെല്ലാം അതിന് പൂർണ്ണമായിട്ടും സമരത്തിന് പിന്തുണ നൽകിയിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. എന്തായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രിക സമയത്ത് LDFൻ്റെ വാഗ്ദാനം? ക്ഷേമ പെൻഷൻ 2500 ആക്കുന്നായിരുന്നു. റബ്ബർ സബ്സിഡി 250 ആക്കുന്നായിരുന്നു. എത്ര കൊല്ലം കഴിഞ്ഞു? 4.5 കൊല്ലം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് നാമമാത്രമായ വർധനവ് അത് ജനങ്ങൾക്ക് ഒരിക്കലും സ്വീകാര്യമല്ല, സംതൃപ്തമല്ല. ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണിത്. അത് അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ ജനങ്ങളെ വിലയിരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല.